നമസ്കാരം. വീണ്ടും പാർട്ടിയെ ചതിച്ചത് വിജയൻ. പാർട്ടിക്കാർ അഴിയെണ്ണും, ജാമ്യം കിട്ടില്ല. ഇ ഡി റെയ്ഡിൽ താൽക്കാലിക ആശ്വാസം, പക്ഷേ ആത്യന്തിക നഷ്ടം CPM-ന് തന്നെയാണ്. പിണറായിയെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ പാർട്ടി വിയർപ്പൊഴുക്കുമ്പോൾ വഴിമാറുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ ആത്മപരിശോധനയാണ്. വ്യക്തി ആരാധനയിലേക്ക് വഴിമാറുന്ന CPM-ഉം തെളിവുകളുള്ള മാസപ്പടി കേസിന്റെ രാഷ്ട്രീയ ഭാവിയും എന്താകുമെന്നുള്ളത് കേരളം കാത്തിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടിക്കെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വീട് കയറിയുള്ള റെയ്ഡോടെ പാർട്ടി അണികളും നേതാക്കളും തോൽവിയുടെ നിരാശയിൽ നിന്ന് കരകയറിയെങ്കിലും ആത്യന്തികമായിട്ടുള്ള നഷ്ടം CPM-ന് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നഷ്ടം രാഷ്ട്രീയമായി മാത്രമല്ല, സംഘടനാപരമായിട്ടും സമീപ ഭാവിയിൽ തന്നെ CPM-നെ ഗ്രസിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയാണ് CPM പാർട്ടിയുടെ പോക്കെങ്കിൽ പിന്നെ ഈ പാർട്ടി കണ്ണൂരിൽ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ എതിരാളികളോടുള്ള ED-യുടെ പകപോക്കൽ രാഷ്ട്രീയമാണെന്ന വാദമുയർത്തിയാണ് CPM അണികളെ തെരുവിലിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് നിരാശരായിരുന്ന താഴെത്തട്ടിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും വീണ്ടും യുദ്ധസജ്ജരാക്കാൻ ED റെയ്ഡ് കൊണ്ട് കഴിഞ്ഞുവെന്നാണ് CPM നേതൃത്വം ആശ്വാസം കൊള്ളുന്നത്. സത്യത്തിൽ അതാണോ സംഭവിച്ചത്? നിങ്ങൾ വീണ്ടും അപഹാസ്യരാവുകയല്ലേ ജനങ്ങളുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ? അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത അന്തം കമ്മികളായിപ്പോയല്ലോ നിങ്ങൾ നേതാക്കൾ അടക്കം. 10 പൈസയ്ക്ക് വിവരമില്ലാത്തവരായി തീർന്നല്ലോ നിങ്ങൾ. ഈ പാർട്ടിയെ വീണ്ടും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ നിങ്ങൾ തന്നെയാണ്. നശിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതിന്റെ തൊട്ടുപിറ്റെന്ന് റെയ്ഡ് നടത്തിയത് കോൺഗ്രസ് മോദി സംയുക്ത ഗൂഢാലോചനയാണ് എന്ന ആരോപണം കൂടിയായപ്പോൾ CPM അണികൾ വേറിട്ട പോരാളികളായി കളത്തിലിറങ്ങി. വല്ല കാര്യമുണ്ടോ? ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? മുഖ്യമന്ത്രി VD സതീശന് പ്രധാനമന്ത്രിയെ കണ്ടുകൂടെ? സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണല്ലോ. പിണറായി വിജയൻ എത്ര വട്ടം മോദിയെ കണ്ടിരുന്നു? വരുന്ന ജൂൺ മാസം 19-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. ആ ബജറ്റിന് മുമ്പ് കേരളത്തിന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നറിയുന്നതിന് VD സതീശനെ പോലൊരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ ധനമന്ത്രിയെയും കാണുന്നതിൽ എന്താണ് തെറ്റ്? അത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധവും ബുദ്ധിയുമെങ്കിലും ഈ മുകൾ തട്ടിൽ ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്ന CPM-ന്റെ നേതാക്കൾക്കുണ്ടാകണ്ടേ? അണികളെ വിട്ടേക്കൂ. കാരണം ഈ അന്തം കമ്മി നേതാക്കൾ പറയുന്നത് അതേപടി വിഴുങ്ങുന്നതാണല്ലോ ഈ അണികളുടെ ശീലം. അതുകൊണ്ടാ ഇന്നലെ രണ്ടും കൽപ്പിച്ച് ഇവരെല്ലാവരും കൂടി ചേർന്ന് ED-യെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചത്. തകർന്നത് നിങ്ങളാണ്. സമൂഹത്തിന്റെ മുമ്പിൽ അപഹാസ്യരായത്, എളിഭ്യരായത് CPM-ഉം CPM-ന്റെ ഈ കുട്ടിപ്പട്ടാളവുമാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ED അന്വേഷിക്കുന്ന മാസപ്പടി കേസിന്റെ ഗതി എന്തെന്ന് ആലോചിക്കാതെയാണ് CPM അതിനെ കട്ടയും കല്ലുമായിട്ട് പ്രതിരോധത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ ഓർക്കുക. സേവനങ്ങളൊന്നും വിട്ടു നൽകാതെ കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ശശിധരൻ കർത്തയുടെ CMRL നിന്ന് പിണറായിയുടെ മകൾ വീണ T 2.78 കോടി രൂപ വാങ്ങി എന്നതാണ് മാസപ്പടി കേസിന്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പാരന്റിംഗ് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന വീണയുടെ എക്സാലോജിക്കിന് കരിമണലിൽ നിന്ന് റൂട്ടേൽ ഉൽപ്പാദിപ്പിക്കുന്ന CMRL-ന് ഒരു സേവനവും ചെയ്തു കൊടുക്കാനില്ല. അപ്പോൾ ബംഗളൂരുവിലെ കോരമംഗല ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള എക്സാലോജിക്കിന് ബാലാരിഷ്ടതകൾ മറികടക്കുവാനുള്ള ഒരു കൈ സഹായമാണ് കരിമണൽ കമ്പനി ചെയ്തു കൊടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അത്തരമൊരു ദയാപരമായിട്ടുള്ള സമീപനം വീണയോട് കാട്ടാൻ കാരണം അവരുടെ അച്ഛൻ പിണറായി വിജയൻ ആയതുകൊണ്ടാണ് എന്നും അരി ആഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ CPM-കാർക്കും DYFI-കാർക്കും എന്തിന് ഈ SFI-കാരായിട്ടുള്ള വാനരന്മാർക്കും മനസ്സിലാകില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ സമൂഹത്തിനും ബാക്കിയുള്ള സമൂഹത്തിലെ മറ്റ് വ്യക്തികൾക്കും വളരെ കൃത്യമായി മനസ്സിലായി. അവർ തിരിച്ചറിഞ്ഞു. അതിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പണി കിട്ടിയത്. അപ്പോൾ തെളിയിക്കപ്പെടാൻ വലിയ സാധ്യതയുള്ളതും അതിന് പര്യാപ്തമായ തെളിവുകൾ ഉള്ളതുമായിട്ടുള്ള കേസിലാണ് CPM നാടിളക്കി പ്രതിരോധത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കേസ് വീണയ്ക്കെതിരായി തീർപ്പാക്കുന്ന ഘട്ടത്തിലെങ്കിലും CPM-ന് ഇക്കാര്യം സ്വന്തം പ്രവർത്തകരോടെങ്കിലും വിശദീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുവരെ സ്വീകരിച്ച സമീപനം രാഷ്ട്രീയ കബളിപ്പിക്കലാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ വെളിവാക്കപ്പെടും. കടുത്ത തോൽവിയിലെ നിരാശയിൽ നിന്ന് പാർട്ടി സഖാക്കളെ സമരഭരിതരാക്കാൻ കഴിഞ്ഞെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ കേസ് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന് മനസ്സിലാക്കുക. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളെ മുൻനിർത്തി ഇപ്പോൾ പാർട്ടിയുടെ താഴെത്തട്ടിൽ വരെ നടക്കുന്ന വിമർശനാത്മകമായിട്ടുള്ള ചർച്ചകളെ ED റെയ്ഡ് പ്രതിഷേധം ഇല്ലാതാക്കുമെന്നതാണ് സംഘടനാപരമായിട്ടുള്ള നഷ്ടങ്ങളിൽ മുഖ്യമെന്ന് പറയട്ടെ. തോൽവിയുടെ മുഖ്യ കാരണക്കാരൻ എന്ന നിലയിൽ
പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ശൈലിക്കും ഭാഷാ പ്രയോഗങ്ങൾക്കും എതിരായിട്ടുള്ള വികാരം ചർച്ചകളിൽ നുരഞ്ഞു പൊന്തുമ്പോഴാണ് റെയ്ഡ് സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക. ഇത് ചർച്ചകളെ വേറൊരു ദിശയിലേക്ക് വഴിതിരിച്ചു വിടുവാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. വിമർശനം മാറ്റിവെച്ച് പിണറായി വിജയനെ വേട്ടയാടപ്പെടുന്ന നേതാവെന്ന പരിവേഷം നൽകി അവതരിപ്പിക്കുവാനാണ് ഈ അവസരത്തിൽ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി തിരിച്ചറിയുക സഖാക്കളെ. അണികളും അതിന്റെ പിറകെ പോകുമ്പോൾ വിമർശനം, സ്വയം വിമർശനം എന്നിവ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടക്കാതെ പോകും എന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പോഴത്തെ കനത്ത തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തൽ നടപടികളെയും ഈ റെയ്ഡ് പ്രതിഷേധം എന്ന് പറയപ്പെടുന്നത് ബാധിച്ചിരിക്കും. അതോടുകൂടി ഈ പാർട്ടി ഇനി ഒരു തിരുത്തലേ നടത്തില്ല എന്നുള്ളതാണ്. വിമർശനം മാറ്റിവെച്ച് നേതാക്കളും പ്രവർത്തകരും പിണറായിയെ വാഴ്ത്താൻ തുടങ്ങുമ്പോൾ തിരുത്തൽ നടപടികളെല്ലാം വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നുവെന്ന് തീർച്ചയാണ്. പിണറായി വിജയനും കുടുംബത്തെയും സംരക്ഷിക്കുവാനാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി CPM വിയർപ്പൊഴുക്കി പോരുന്നത് എന്ന വസ്തുത അതുകൂടി ഈ ഘട്ടത്തിൽ വെളിപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. ലാവ്ലിൻ അഴിമതി കേസിൽ തുടങ്ങി സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ്, മാസപ്പടി വിവാദം വരെയുള്ള കേസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അറസ്റ്റിലായപ്പോൾ പോലും ലഭിക്കാത്ത പരിരക്ഷയാണ് പിണറായി വിജയന്റെ മകൾക്ക് ലഭിക്കുന്നതെന്ന് ഓർക്കുക. കോടിയേരിയുടെ മകന് പാർട്ടി പിന്തുണ നൽകിയില്ല എന്നത് മാത്രമല്ല, അതിന്റെ പേരിൽ കോടിയേരിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ നിലപാടുകളെ വ്യക്തിയാരാധന സ്വാധീനിക്കുന്നെന്ന ദൗർബല്യത്തിലേക്ക് കൂടിയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ വെളിച്ചം വീശുന്നത് എന്നതാണ്. പണ്ടില്ലാത്ത ഒരു CPM ആയി ഇപ്പോഴത്തെ CPM മാറിയിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് അതിനെ മാറ്റിയെടുത്തിരിക്കുന്നു പിണറായിയും കൂട്ടുകാരും. എന്നാൽ ഒരു കാര്യം കൂടി പറയട്ടെ, CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ റെയ്ഡിന് പിന്നാലെ അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത നിർണായക രേഖകൾ വിശദമായിട്ട് പരിശോധിച്ച ശേഷമാകും ഇഡിയുടെ അടുത്ത ഘട്ട തുടർ നടപടികൾ. ഇതിന്റെ ഭാഗമായിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇഡി ഉടൻ തന്നെ നോട്ടീസ് നൽകുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ വളരെ പ്രധാനപ്പെട്ട രേഖകൾ ലഭിച്ചതായിട്ട് ഇഡി സ്ഥിരീകരിച്ചിട്ടുണ്ട്. CMRL നിന്നും എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച പണത്തിന്റെ രേഖകൾക്ക് പുറമെ കമ്പനിയിൽ നിന്നും കൈക്കൂലിയായി പണം പറ്റിയ മറ്റ് പ്രമുഖ വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങളും ആ റെയ്ഡിലൂടെ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുവാനാണ് കേന്ദ്ര ഏജൻസിയുടെ തീരുമാനമെന്ന് പറയപ്പെടുന്നത്. മുൻപ് നടന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ടായ സാഹചര്യത്തിലാണ് വീണ വിജയനെ വീണ്ടും വിളിച്ചു വരുത്തി വിശദമായിട്ട് ചോദ്യം ചെയ്യാൻ ഇഡി ഒരുങ്ങുന്നത്. എക്സാലോജിക് കമ്പനി CMRLന് ഏതു തരത്തിലുള്ള IT സൊല്യൂഷനുകളാണ് നൽകിയത് എന്നും അതിനായി നടത്തിയ ഇടപാടുകളുടെ യഥാർത്ഥ രേഖകൾ കണ്ടെത്തുകയുമാണ് ഇഡിയുടെ ഇനിയുള്ള പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏകദേശം 18 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി ഫ്രീസ് ചെയ്തിട്ടുണ്ട്, മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇതിനെക്കാട്ടിലുമേറെ അന്വേഷണത്തിലേക്ക് ഇഡി പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇവിടെ വീണ്ടും പാർട്ടിയെയും പാർട്ടിക്കാരെയും ചതിച്ചതാരാണ്? പിണറായി വിജയൻ തന്നെയല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു മുടിച്ചതാരാണ്? പിണറായി വിജയൻ തന്നെയല്ലേ? കഴിഞ്ഞ 22 വർഷത്തിലധികമായിട്ട് പാർട്ടി സെക്രട്ടറി പദവിയിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് സുഖലോലുപതയിൽ കഴിഞ്ഞതാരാണ്? പിണറായി വിജയൻ തന്നെയല്ലേ? എന്നിട്ടും ഇപ്പോഴും പാർട്ടി പരാജയപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോഴും പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളും പിണറായി വിജയന്റെ ശരീരഭാഷയും സംസാരവുമാണ്, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവുമാണ് ഇത്തരത്തിലൊരു പരാജയത്തിലേക്ക് എത്തിയത് എന്ന് കണ്ടുപിടിക്കുമ്പോഴും അതൊരു ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റെയ്ഡിന്റെ മറവിൽ റെയ്ഡിനെത്തിയ ഇഡിയെ ആക്രമിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി വെറുതെ ഇരുന്ന ജനങ്ങളെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവന്നത്, അണികളെ ഇതിലേക്ക് കൊണ്ടുവന്നത് പിണറായി വിജയൻ തന്നെയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാണ്? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ്? ഒരു നിമിഷം കൊണ്ട് പിരിഞ്ഞു പോയവരെ വീണ്ടും ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന് പിന്നിൽ ഏതോ ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ വിളി വന്നിട്ടുണ്ട്. ആ ഫോൺ വിളിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അക്രമം അവിടെ നടന്നതും. പക്ഷെ അതുകൂടി കണ്ടുപിടിക്കുവാൻ ഈ പോലീസിന് കഴിയുമോ? അല്ലെങ്കിൽ ആ നേതാവ് ആരാണെന്നെങ്കിലും തിരിച്ചറിയുവാനുള്ള കരുത്ത് ഈ പാവപ്പെട്ട അണികൾക്കുണ്ടാവുമോ?